ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ നീറ്റ് എക്സാമിന് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് ഞങ്ങൾക്കറിയാം. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദർശനയുടെ ഫിസിക്സ് ടീം നിങ്ങളോടൊപ്പം ചേരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു 5 ചാപ്റ്ററാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, EMI, AC, EM വേവ്സ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഒരു 5 വർഷത്തെ അതിൻ്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം 2022-ലൊക്കെ 2021-ലൊക്കെ 4 ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥാനത്ത് ഓരോ വർഷവും കുറഞ്ഞ് കഴിഞ്ഞ കൊല്ലം ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ വർഷം അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ചില വർഷങ്ങളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ചില വർഷങ്ങളിൽ ചോദിക്കാത്തതും ഉണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒന്ന് നോക്കൂ, ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും അല്ലേ. 4 ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുമ്പ് 1, 0, 0, 1, അതിനുശേഷം 4 ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഒരു സെയിം പാറ്റേണിലാണ് ചോദിച്ചത് എങ്കിൽ പോലും 4 ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് EMI ആൻഡ് AC. നമുക്ക് ഷുവറായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ഒരു 2 അല്ലെ 4 ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്ന 2 ചാപ്റ്ററാണ് EMI ആൻഡ് AC. അടുത്തത് EM വേവ്സ് ആണ്. അത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാമെന്ന ഒരു ചാപ്റ്ററാണ്. സോ നമുക്ക് ഓരോ ചാപ്റ്ററിലേക്കും പോകാം. ഫസ്റ്റ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അതിൽ ആദ്യത്തെ പാർട്ട് നമുക്കറിയാം, ബയോട്ട്-സാവർട്ട്സ് ലോ ആണ്. ഒരു സ്മോൾ കറണ്ട് കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള കുഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് dBയുടെ വെക്ടർ ഫോം എന്ന് പറയുന്നത് μ0/4π I dl ക്രോസ് r വെക്ടർ ബൈ r ക്യൂബ് ആണ്. ഇവിടെ മേളിൽ r വെക്ടർ ആണ് വരുന്നതെങ്കിൽ താഴെ r ക്യൂബ് ആണെന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. താഴെ r ക്യാപ്പ് ആണ് വരുന്നത് എങ്കിൽ ഇവിടെ വരുന്നത് എന്തായിരിക്കും? r സ്ക്വയർ ആയിരിക്കും. കാരണം വെക്ടർ r ബൈ r-നെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് r-നെ നമുക്ക് r ക്യാപ്പ് എന്ന് എഴുതാം. സോ ഇവിടെ r വെക്ടർ ബൈ r-നെ r ക്യാപ്പ് എന്ന് എഴുതാം. സോ ഇവിടെ വരുന്നത് r ക്യാപ്പ് ആണെങ്കിൽ താഴെ വരുന്നത് r സ്ക്വയർ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡൊക്കെ നമുക്കറിയാം. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് 2 എണ്ണമുണ്ട്, ലീനിയർ കറണ്ടിനും ഫോർ സർക്കുലാർ കറണ്ടിനും ഉണ്ട് അല്ലേ. അപ്പം ലീനിയർ കറണ്ടിൻ്റെ കേസിൽ നമ്മൾ റൈറ്റ് ഹാൻഡ് എടുക്കുന്നു, കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുന്നു, ഈ 4 ഫിംഗേഴ്സ് കേള് ചെയ്യുന്നു. സോ കേള് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത ഇങ്ങനെ, ഇത് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ചു, കേൾഡ് ഫിംഗേഴ്സ് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. പക്ഷേ ഒരു സർക്കുലാർ കറണ്ടിന് ഇതിന് നേരെ തിരിച്ചാണ്. ഇപ്പം നമ്മളിവിടെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷനിലാണ് ഈ 4 ഫിംഗേഴ്സ്. ശ്രദ്ധിക്കൂ, കറണ്ടിൻ്റെ ഡയറക്ഷനിൽ 4 ഫിംഗേഴ്സ് കേള് ചെയ്യുന്നു. തമ്പായിരിക്കും ഇവിടെ എന്ത് തരുന്നത്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരിക. സോ സർക്കിളിനും ലീനിയർ കറണ്ടിനും നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് റിവേഴ്സ് ആണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നമ്മൾ ഇനി ഒരു കുഞ്ഞൊരു ആർക്ക് കൺസിഡർ ചെയ്യുക. തീറ്റ ആംഗിളിലുള്ള ഒരു ആർക്കിൽ കൂടി ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് I കാരണം ആ ആർക്കിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0/4π I/r ഇൻറ്റു തീറ്റ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് വലിയൊരു ഡെറിവേഷനൊക്കെ ഉള്ള ഒരു കറണ്ട് ക്യാരിങ് കോയിൽ, ഒരു സർക്കുലാർ കോയിൽ, റേഡിയസ് r ഉള്ള ഒരു സർക്കുലാർ കോയിൽ, I ആണ് അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണെന്നിരിക്കട്ടെ. സോ അവിടെ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി, ആക്സിയൽ പോയിൻ്റ് ആണ്, എക്സ് ഡിസ്റ്റൻസ് മാറി നമ്മളൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിൽ ഈ കറണ്ട് കാരണം ആക്സിയൽ ഇവിടെ ഇതാണ് നമ്മുടെ കോയിലെങ്കിൽ അവിടുന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡെറിവേഷനൊക്കെ കഴിഞ്ഞ് ഫൈനലി നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ μ0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r² പ്ലസ് x² ഓൾ റേസ് ടു 3/2 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഈ എക്സിൻ്റെ വാല്യൂ കുറഞ്ഞ് എക്സിൻ്റെ വാല്യൂ 0 വന്നാൽ നമുക്ക് ആ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ μ0 I ഡിവൈഡഡ് ബൈ 2r ആണെന്നുള്ളത് ഓർത്തിരിക്കുക. n ടേൺസ് ഉണ്ട് എങ്കിൽ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടും മറക്കരുത്. x=0 ആണെങ്കിൽ സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടും അല്ലേ. ആ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0 I/2r ആണ്. n ടേൺസ് ഉണ്ടെങ്കിൽ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനും മറക്കരുത്.
ഇനി നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിൽ തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറയാണ്, ഒരു ടേമും കൂടി പുതിയതായിട്ട് പറയാണ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ കറണ്ട് ക്യാരിങ് ലൂപ്പ്. ആ ലൂപ്പ് സർക്കിളോ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഏത് വേണമെങ്കിലും ആകട്ടെ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പ്, അത് കാരണം അവിടെ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം എന്ന് പറയുന്നത് NIA ആണ്. N നമ്പർ ഓഫ് ടേൺസ്, I ആ കോയിലിൽ കൂടി പോകുന്ന കറണ്ട്, എ എന്ന് പറയുന്നത് ആ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഏരിയ, സ്ക്വയർ ആണെങ്കിൽ അതിൻ്റെ ഏരിയ, ഏതാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൂപ്പ്, ആ ലൂപ്പിൻ്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. സോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ആക്സിയലിൻ്റെ ഇക്വേഷനെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, കാരണം ഇവിടെ നമുക്ക് NIAക്ക് നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ കൊടുക്കാം. സർക്കിൾ ആകുമ്പോൾ ഏരിയ πr² എന്നൊക്കെ വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലി നല്ല വൃത്തിയുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതിതാണ് B = μ0/4π 2m/r² + x² all raised to 3/2. സോ എമ്മും ക്യാപിറ്റൽ എം നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, NIA ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ μ0I/2r. n ടേൺസ് ഉണ്ടെങ്കിൽ n വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഫിഗറിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ 2 സർക്കുലാർ ലൂപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ 2 ലൂപ്പിൻ്റെയും പ്രത്യേകത, അവർ പെർപെൻഡിക്കുലർ ആണ്, അവരുടെ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ ആണ്. ഒരെണ്ണം ഇങ്ങനെയാണെങ്കിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. സോ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ആ 2 ലൂപ്പിലും എങ്ങനെയായിക്കോട്ടെ അവരുടെ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെയുള്ള കോയിൽ കാരണം കറണ്ട് ഈ ഡയറക്ഷൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്കാണെങ്കിൽ, തൊട്ടടുത്ത ഇവിടെ ഇങ്ങനെയുള്ള ലൂപ്പിൽ അവിടെ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമ്മൾ കേൾ ചെയ്ത്, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കേൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ഒരെണ്ണം താഴേക്കാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട്, ദാറ്റ് മീൻസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. എങ്ങനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എടുത്തോളൂ, ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിൽ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നമുക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കിട്ടുക. സോ സെൻറ്ററിലുള്ള കോൺസെൻട്രിക് കോയിൽസ് ആണ്. സോ സെൻറ്ററിലുള്ള നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും √B1² + B2² ആയിരിക്കും. B1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡും B2 എന്ന് പറയുന്നത് സെക്കൻഡ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡുമായിരിക്കും. സോ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. റിസൾട്ട് എടുക്കുമ്പോൾ √B1² + B2² എന്ന് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മളൊരു സിമ്മട്രിക് ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് റിസൾട്ടായിട്ട് തന്നെ ഓർത്തിരിക്കാവുന്നതാണ്. ഒരു സിമ്മട്രിക് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കോയിലിൽ ഒരു സൈഡിൽ നിന്ന് കറണ്ട് എൻറ്റർ ചെയ്തിട്ട് വേറെ ഏതോ ഒരു സൈഡിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നുണ്ട്. സിമ്മട്രിക്കൽ ലൂപ്പ്, അത് ഏത് ഷേപ്പ് വേണമെങ്കിലും, മീൻസ് ഏത് പാറ്റേൺ വേണമെങ്കിലും ആകാം. ഒരു സൈഡിൽ നിന്ന് കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്, വേറെ ഒരു സൈഡിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഒരു ഫിഗറിൽ ഇവിടെ നിന്ന് കറണ്ട് എൻറ്റർ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. സോ സെൻറ്ററിലുള്ള ഓയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ അവിടെ എന്തായിരിക്കും? 0 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് നമ്മുടെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ആണ്. സോ ലൈൻ ഇൻറ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓവർ എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് μ0 ടൈംസ് ആ ക്ലോസ്ഡ് ലൂപ്പിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ കറണ്ട് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ 3 ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇൻഫിനിറ്റീവ്ലി ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു. അത് കാരണം r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡെറിവേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ μ0I/2πr ആണ്. B = μ0I/2πr ആണ്. രണ്ടാമത്തെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മളൊരു സോളിഡ് സിലിണ്ടറിക്കൽ കണ്ടക്ടർ, ഒരു വയർ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ തിൻ വയർ അല്ല, ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആയിട്ട് നമ്മൾ എടുക്കുന്നു. സോ നമ്മൾ ഇവിടെ ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. സെൻറ്ററിൽ നിന്ന് ആ ഔട്ട്സൈഡിലെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ r എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് കാരണം ഈ ഔട്ട്സൈഡിലുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ഡെറിവേഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആദ്യം പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. μ0I/2πr തന്നെയാണ് നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് എഴുതാം, ഔട്ട്സൈഡിലെ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ബിയും സ്മോൾ ആറും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്.
പക്ഷേ അടുത്ത കേസ് നമുക്ക് രണ്ടാമതൊരു കേസ് നമ്മൾ ഇൻസൈഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ, ഇവിടെ ഇൻസൈഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ സ്മോൾ ആർ. സ്മോൾ ആർ വേരിയബിൾ ആണ്. ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ആർ. സോ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആ ഇൻസൈഡിലുള്ള പോയിന്റിൽ നമ്മൾ ആംപീരിയർ ലൂപ്പൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള കറണ്ടൊക്കെ കണ്ടുപിടിച്ച് ഡെറിവേഷനൊക്കെ ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? μ0I സ്മോൾ ആർ ബൈ 2π ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇൻസൈഡിലുള്ള പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സ്മോൾ ആറുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സും സിമിലർ ആയിട്ടുള്ള ഗ്രാഫുകളൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻസൈഡിൽ ബി പ്രൊപ്പോർഷണൽ ടു ആറും ഔട്ട്സൈഡിൽ ബി പ്രൊപ്പോർഷണൽ ടു 1/r ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഒരു സോളിനോയിഡ് മൂന്നാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുകയാണ് ആംപീരിയൻ സർക്യൂട്ടൽ തിയറത്തിൻ്റെ. ഒരു സോളിനോയിഡ്, കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോളിനോയിഡ് കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻസൈഡിൽ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണെന്ന് നമുക്കറിയാം. സോ ആ കറണ്ട് ക്യാരി സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 സ്മോൾ n ഇൻറ്റു ഐ ആണ്. നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, B = μ0 സ്മോൾ n ഇൻറ്റു ഐ. ആ സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെന്ത് ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക ഇക്വേഷൻസ് ഒക്കെ. ഇനി നമ്മൾ അടുത്ത് പറയുന്നത്, നമുക്കറിയാം ഒരു ചാർജ് പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് ചാർജ് പാർട്ടിക്കിളിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിനെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് F = Q × V × B എന്ന് നമുക്ക് എഴുതാം അല്ലേ. മാഗ്നറ്റിക് ഫോഴ്സ് FB = Q × വെലോസിറ്റി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് V × Q × V × B എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ പല കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുക. ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ തീറ്റ, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് 0യോ 180യോ ഡിഗ്രി ആണ് എങ്കിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് FB = QVB sin θ എന്നാലേ നമുക്ക് കിട്ടുക. അപ്പോൾ തീറ്റ 0യോ 180യോ ഡിഗ്രി വരുമ്പോൾ sin 0 0 ആണ്, sin 180യും 0 ആണ്. സോ ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിന് പാരലലോ ആൻറ്റി പാരലലോ ആയിട്ടോ എൻ്റർ ചെയ്താൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. ചാർജ് പാർട്ടിക്കിൾ എങ്ങനെയാണോ വന്നത് അങ്ങനെ തന്നെ പൊക്കോളും. അതേസമയം ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എങ്കിൽ തീറ്റ 90 ഡിഗ്രി, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് എങ്കിൽ ആ ചാർജ് പാർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സർക്കുലാർ പാത്ത് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ സർക്കുലാർ പാത്ത്. അപ്പോൾ അവിടെ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാനായിട്ടുണ്ട്. ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് R എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം മാഗ്നറ്റിക് ഫോഴ്സ് QVB നമ്മൾ mv²/r ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ റേഡിയസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടും. റേഡിയസ് R = mv/qb എന്നാണ് കിട്ടുക. mv ലീനിയർ മൊമെൻ്റമാണ്, അപ്പോൾ p/qb എന്ന് എഴുതാം. അല്ലെങ്കിൽ ലീനിയർ മൊമെൻ്റത്തിന് കൈനറ്റിക് എനർജിയുടെ ടേംസിൽ √2m കൈനറ്റിക് എനർജി /qb എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ കൈനറ്റിക് എനർജിക്ക് നമുക്ക് പൊട്ടൻഷ്യലിൻ്റെ ടേംസിൽ QV എന്ന് കൊടുക്കാം. സോ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ V എന്ന് പറയുന്നത് വെലോസിറ്റിയും ഈ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യലും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സർക്കിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സർക്കുലാർ പാത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സർക്കുലാർ പാത്തിൻ്റെ റേഡിയസിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു സർക്കുലാർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് T = 2πm/qb ആണെന്നുള്ളത് ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം പീരീഡ് T = 2πm/qb. ഇനി അവിടെ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജി നമുക്ക് കണ്ടുപിടിക്കാം. ½ Q² B² R²/m ആണ്. അല്ലെങ്കിൽ ½ mv² ഇക്വേറ്റ് ചെയ്താലും നമുക്ക് കിട്ടും. ആറിൻ്റെ ടേമിൽ നിന്ന് V നമുക്ക് കിട്ടും. സോ ½ mv² കൊടുത്താലും കിട്ടും. അതിൽ Q/m നമ്മളൊരു പേര് പറയുന്നുണ്ട്, സ്പെസിഫിക് ചാർജ് എന്നാണെന്നുള്ളത് ഓർത്തിരിക്കുക.
ഇനി ഇപ്പം നമ്മൾ പറഞ്ഞു തീറ്റ 0യോ 180 ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകും, തീറ്റ 90 ആണെങ്കിൽ സർക്കുലാർ പാത്തായിട്ട് പോകും. ഈ 3 ആംഗിൾ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആംഗിളിൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ ആ ചാർജ് പാർട്ടിക്കിളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഹെലിക്കൽ പാത്തായിരിക്കും എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അടുത്തത് നമ്മൾ പറയുന്നത് ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുക. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ വെക്റ്റർ ഫോം എന്ന് പറയുന്നത് I × L×B എന്നും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് F = BIL sin θ എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറൊക്കെ കൺസിഡർ ചെയ്യുവാണ്. സോ ഇവിടെ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഇവിടെ കറണ്ട് I1, ഇവിടെ കറണ്ട് I2. അവിടെ അവർ തമ്മിലുള്ള സെപ്പറേഷൻ D ആണെന്നിരിക്കട്ടെ. സോ അവിടെ ഒരു L ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഒരു കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു വയറിൻ്റെ L ലെന്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെന്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് μ0 I1 I2 / 2πd ആയിരിക്കും. μ0 I1 I2 ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്താണ് നമ്മളിപ്പോൾ എഴുതിയത്, ഫോഴ്സ് പെർ യൂണിറ്റിൽ എന്താണെങ്കിൽ μ0 I1 I2 / 2πd എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സും കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ റിപ്പൽസീവ് ഫോഴ്സ് ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ടോ = M×B ആണ്, അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് MB sin θ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ കണ്ടീഷനാണ്. നമുക്കറിയാം ഈ ടോർക്ക് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ടോർക്ക് ഇവിടെ മാക്സിമം ആണ്. ഇവിടെ കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലുണ്ട്, ഇവിടെയും ഫ്ലക്സ് φ = I ആണ് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന ടോർക്കിൻ്റെ വാല്യൂ എപ്പോഴും മാക്സിമം ആയിരിക്കും. ടോർക്ക് MP ആണ് അല്ലേ, ടോർക്ക് മാഗ്നിറ്റ്യൂഡ് MP ആണെന്ന് നമ്മൾ പറഞ്ഞു. ടോർക്ക് ടോ = MB sin θ. മാക്സിമം ടോർക്ക് ആണെങ്കിൽ MB എന്ന് നമുക്ക് എഴുതാം. ഒരു കോയിൽ കൺസിഡർ ചെയ്താൽ എമ്മിൻ്റെ വാല്യൂ NIA ആണ്. സോ NIAB ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന മാക്സിമം ടോർക്ക്. ആ കോയിൽ അത് മാക്സിമം ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റിൻ്റെ ഒക്കെ ഷേപ്പ് ആ സിലിണ്ടറിക്കൽ ഷേപ്പിൽ അവിടെ വെച്ചിരിക്കുന്നത്. സോ അവിടെ ആ ഒരു ടോർക്ക് NIAB എന്ന് പറയുന്നത് K∅ ഈക്വൽ ആയിരിക്കും. K∅ എന്ന് പറഞ്ഞാൽ റീസ്റ്റോറിങ് ടോർക്കാണ്. ഇവിടെ നടുക്കേക്ക് ഒരു സ്പ്രിങ്ങിലേക്കൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിൽ, അതെ ഈ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ആ സ്പ്രിങ് അതിന് ഇക്വലൻ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു റീസ്റ്റോറിങ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ആ റീസ്റ്റോറിങ് ടോർക്കാണ് K∅ എന്ന് പറയുന്നത്. അതിൽ K എന്ന് പറയുന്നത് ടോർഷണൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ റീസ്റ്റോറിങ് ടോർക്ക് പെർ യൂണിറ്റ് ട്വിസ്റ്റ് ആണ്. അതിൽ φ എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫ്ലക്ഷൻ ആണെന്നും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ എപ്പോഴും മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ആ ഒരു ഇക്വേഷൻ, ആ ഒരു റിലേഷൻ ഇതാണ്. NIAB ദാറ്റ് ഈസ് മാക്സിമം ടോർക്ക് = K∅ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കറണ്ട് സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും നമുക്ക് എഴുതാം. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് φ/I-യും വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് φ/V ആണ്. φ/I × R ആണ്. ദാറ്റ് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി /R എന്ന് എഴുതാനായിട്ട് നമുക്ക് പറ്റും. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഗാൽവനോമീറ്റർ ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ അമീറ്ററിൻ്റെ പ്രത്യേകത, അമീറ്റർ എന്ന് പറയുന്ന ഒരു ലോ റെസിസ്റ്റൻറ്റ് ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗാൽവനോമീറ്റർ അത്യാവശ്യം റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു പാരലലായിട്ട് ഒരു സ്മോൾ റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാം. സോ അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആ സ്മോൾ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് ഈസ് അപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ അമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ലോ റെസിസ്റ്റൻസ് പാരലലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. ആ റെസിസ്റ്റൻസിനെ നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. അടുത്ത കേസിൽ നമ്മൾ ഈ ഗാൽവനോമീറ്ററിനെ ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, വോൾട്ട് മീറ്റർ ഒരു ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസാണ്. സോ നമ്മൾ റെസിസ്റ്റൻസ് കൂട്ടാനായിട്ട് നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് നമ്മളിവിടെ സീരീസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു.
ഓക്കെ, അപ്പോൾ അതൊരു ഹൈ റെസിസ്റ്റൻറ്റ് ഡിവൈസായി മാറുന്നു. അപ്പോൾ ലോ റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്താൽ അതൊരു അമീറ്റർ ആയിട്ടും, ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അതൊരു അമീറ്റർ ആയിട്ടും, ഹൈ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ അതൊരു വോൾട്ട് മീറ്റർ ആയിട്ടും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഇത്രയും ഒരു നട്ട്ഷെല്ലായിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങളിലേക്ക് പോകാം. 2 wires of same length are shaped into a square and a circle. If they carry same current, then ratio of magnetic moment ആണ്. സോ നമ്മുടെ L എന്താണ് നമ്മുടെ വയറിനുള്ളത് എന്ന് കരുതുക കേട്ടോ. L എന്താണ് നമ്മുടെ വയറിനുള്ളത്? നമ്മൾ അതിനെ ഒരു സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സൈഡ് എ ഉള്ള ഒരു സ്ക്വയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ L is equal to 4a എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് A is equal to L/4 എന്ന് നമുക്ക് കിട്ടി. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. സോ ആ സർക്കിളിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് L ആണല്ലോ, മൊത്തം L ആണ്. L is equal to സർക്കംഫറൻസ് എന്താണ്? 2πr ആണ്. സോ അതിൽ നിന്ന് R is equal to L/2π എന്നും നമുക്ക് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെൻ്റ്. ലൂപ്പ് അല്ലേടാ കുഞ്ഞുങ്ങളെ. മാഗ്നറ്റിക് മൊമെൻ്റ് M equal to NIA. നമ്പർ ഓഫ് ടേൺസ് ഒന്നും തന്നിട്ടില്ല, സോ അതിനെ നമുക്ക് 1 ആയിട്ട് എടുക്കാം. സോ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് സർക്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ രണ്ടിടത്തുമുള്ളത് I തന്നെയാണ് അല്ലേ. ഇഫ് ദേ ക്യാരി സെയിം കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ N സെയിം ആണ്, I സെയിം ആണ്, ഇൻറ്റു ആദ്യത്തെ സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് എ. സോ ഏരിയ എന്താണ്? A². എ എന്താണ്? L/4. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ L²/4² എന്ന് കിട്ടും. ബൈ NI ഇൻറ്റു സർക്കിളിൻ്റെ ഏരിയ πr² ആണ്. പൈ ഇൻറ്റു R². ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ L²/4π² നമുക്ക് കിട്ടും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് NIനെയൊക്കെ കട്ട് ചെയ്യാം, L² ഒക്കെ കട്ട് ചെയ്യാം അല്ലേ. നമുക്കൊന്നും കൂടി എഴുതിയേക്കാം. L²/4² ഇൻറ്റു 4π² ഡിവൈഡഡ് ബൈ പൈ L² എന്ന് എഴുതാം. അപ്പോൾ ഒരു പൈ നമുക്ക് L² കട്ട് ചെയ്യാം, ഒരു പൈനെ നമുക്ക് കട്ട് ചെയ്യാം, ഒരു 4നെ നമുക്ക് കട്ട് ചെയ്യാം. സോ നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുന്നു. പൈ ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. L എന്തുള്ള വയർ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്, L എന്തുള്ള വയർ വെച്ചിട്ടാണ് നമ്മൾ സർക്കിളും ഉണ്ടാക്കിയിരിക്കുന്നത്. സർക്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും ഒക്കെ നമുക്ക് കാണാനറിയാം. മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷനും നമുക്കറിയാം. M is equal to എന്താണ്? NIA ആണ്. N സെയിം ആണ്, I സെയിം ആണ്, പിന്നെ മാറ്റമുള്ളത് ഏരിയയ്ക്ക് മാത്രമാണ്. ഓക്കെ, കൂളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 2 parallel straight wires A and B separated by a distance 6 cm carry currents of I and 2I respectively. അപ്പോൾ നമുക്ക് 2 പാരലൽ സ്ട്രെയിറ്റ് വയേഴ്സ് ഉണ്ട്. A ആണ്, ഒരാൾ B ആണ്. കുഴപ്പമില്ലല്ലോ. അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 cm ആണ്. പക്ഷേ കറണ്ട് ഈക്വൽ അല്ല. ഈക്വൽ ആയിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. സെൻട്രലായിരുന്നു നെറ്റ് ഫീൽഡ് 0 വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് പറയാം. പക്ഷേ ഇവരെ ഒരാളുടെ കറണ്ട് Iയും മറ്റേ ആളുടെ കറണ്ട് 2Iയുമാണ്. കറണ്ട് സെയിം ഡയറക്ഷനിലുമാണ്. ദ ഡിസ്റ്റൻസ് ഫ്രം B അറ്റ് വിച്ച് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് 0. മൊത്തം 6 cm. അപ്പോൾ ബിയിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ എടുക്കുക, അത് ഈ പോയിന്റിലാണ് മാഗ്നറ്റിക് ഫീൽഡ് 0. സോ ബിയിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഞാൻ X എന്ന് വിളിക്കുന്നു. മിച്ചമുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 cm - X ആണ്. 6 - X എന്ന് ഞാൻ അങ്ങ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾക്ക് 2 വയറുണ്ട് എങ്കിൽ നമ്മൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു വയറുണ്ട്, ഇവിടെ ഒരു വയറുണ്ട്. ഫസ്റ്റ് ഈ വയർ കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എടുക്കുമ്പോൾ അതിന് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ കിട്ടുക. ഓക്കെ, അതേസമയം ഇവിടെയുള്ള പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ കറണ്ട് ക്യാരിങ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തമ്പ് വെച്ച് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുമ്പോൾ പുറത്തേക്കാണ് കിട്ടുക. ദാറ്റ് മീൻസ് 2 പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ദാറ്റ് മീൻസ് നെറ്റ് ഫീൽഡ് 0 വരിക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്ത് വരണം? മാഗ്നിറ്റ്യൂഡ് അവരെങ്ങനെ വരണം? സെയിം വരണം. ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്. ഒരാൾ ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ ആൾ പുറത്തേക്കാണ്. സോ നെറ്റ് ഫീൽഡ് നമുക്ക് അവിടെ 0 കിട്ടണം അല്ലേ. സോ മാഗ്നിറ്റ്യൂഡ് സെയിം വരാം. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ കറണ്ട് കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ബി ആണ്.
സോ എ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എഴുതാം അല്ലേ. ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ലോങ് പാരലലാണ്, ഇൻഫിനിറ്റീവ്ലി ലോങ് ആണ്. ലോങ് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചെയ്യുന്ന ആർ ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം μ0I/2πr ആണ്. സോ എയുടെ കേസിൽ μ0I/2π, ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 6 - x എന്നങ്ങ് കൊടുക്കാം. അടുത്ത കേസിൽ ബി കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് μ0I അല്ല കൊടുക്കേണ്ടത്, അവിടുത്തെ കറണ്ട് 2I ആണ്. μ0 2I/2π, ആർ അവിടെ എന്താണ്, എക്സ് ആണ്. കുഴപ്പമില്ലല്ലോ. സോ നമുക്കിവിടെ കുറച്ച് പേരെയൊക്കെ കട്ട് ചെയ്ത് കളയാം അല്ലേ. സോ μ0 കട്ട് ചെയ്യാം, I കട്ട് ചെയ്യാം, 2π കട്ട് ചെയ്യാം, 2π കട്ട് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x = 2 × 6 - x എന്ന് നമുക്ക് കിട്ടും. x = 12 - 2x. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 3x = 12 എന്നും x = 4 എന്നും കിട്ടും. യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ്. സോ 4 സെൻറ്റിമീറ്ററിന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്തത്, എ റെക്ടാങ്കുലർ ലൂപ്പ് ക്യാരിങ് എ കറണ്ട് I is placed in a uniform magnetic field B. The area enclosed by the loop is A. If there are n turns in the loop, the torque on the loop is given by. ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് കൂളായിട്ട് അറിയാം അല്ലേ. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എം ക്രോസ് ബി ആണ്. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റ് ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. എമ്മിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം NIA ആണ്, NIAB. സോ നമുക്കൊരു കാര്യം ചെയ്യാം, NIനെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് സ്മോൾ n എന്നാണ് തന്നിട്ടുള്ളത്. സ്മോൾ n × I × A ക്രോസ് B എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഡയറക്റ്റ് ആണ്, ഓപ്ഷൻ എ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഗാൽവനോമീറ്റർ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ദ റെസിസ്റ്റൻസ് ഓഫ് ഗാൽവനോമീറ്റർ ഈസ് 20 ohm. നമുക്കിപ്പോൾ ഒരു ഗാൽവനോമീറ്ററിനെ അങ്ങ് വരച്ചേക്കാം. ഇതാണ് നമ്മുടെ ഗാൽവനോമീറ്ററിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ റെസിസ്റ്റൻസ് 20 ohm ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. ആൻഡ് ദ മാക്സിമം കറണ്ട് വിച്ച് ക്യാൻ ബി പാസ്ഡ് ത്രൂ ഇറ്റ് ഈസ് 0.004. ഞാൻ അതിനെ ഒന്ന് വൃത്തിക്ക് ആ ഗാൽവനോമീറ്ററിലുള്ള കറണ്ടിനെ 4 × 10⁻³ എന്നങ്ങ് എഴുതിയേക്കാം. കുഴപ്പമില്ലല്ലോ. What shunt means parallel. What shunt resistance should be connected to it to convert it to an ammeter of range 0 to 0.1 ampere. അപ്പോൾ പാരലായിട്ട് നമ്മൾ ഏത് റെസിസ്റ്റൻസ് ആഡ് ചെയ്യണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഷണ്ട് റെസിസ്റ്റൻസിന് ഒരു പേര് കൊടുക്കാം, RS. ഇവിടെ കറണ്ട് മെഷർ ചെയ്യേണ്ടത് മാക്സിമം 0.1 ആംപിയർ വരെയാണ്. സോ നമുക്കറിയാം കറണ്ട് ഡിവൈഡിങ് റൂള്, ഇതിൽ കൂടെ 4 × 10⁻³ ആണെങ്കിൽ 0.1ൽ നിന്ന് ആ വാല്യൂ കുറയ്ക്കുന്ന വാല്യൂ ആയിരിക്കും ഈ താഴത്തെ ബ്രാഞ്ചിൽ കൂടെ പോവുക. ഇവിടെ ഈ മേളിലുള്ള ബ്രാഞ്ചും താഴെയുള്ള ബ്രാഞ്ചും പാരലൽ കോമ്പിനേഷനാണ്. ദാറ്റ് മീൻസ് അവിടെ വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് വോൾട്ടേജിൻ്റെ വാല്യൂ സെയിം മീൻസ് ഇവിടെ വോൾട്ടേജ് നമുക്ക് എങ്ങനെ കൊടുക്കാം, I × R. I അവിടെ 4 × 10⁻³ ആറിൻ്റെ വാല്യൂ 20 ആണ്. താഴത്തെ ബ്രാഞ്ചിൽ കൂടി നമ്മൾ കറണ്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, 0.1 ആംപിയറിൽ നിന്ന് 4 × 10⁻³ കുറയ്ക്കണം. ദാറ്റ് ഈസ് 4 × 10⁻³ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് നമുക്കതിനെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ താഴത്തെ ബ്രാഞ്ചിൽ കൂടി പോകുന്ന കറണ്ട് അപ്രോക്സിമേറ്റ്ലി 0.1 എന്ന് തന്നെ എടുക്കുന്നു. ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്, RS ആണ്. സോ നമുക്ക് ഇവിടെ 8 × 10⁻² ഇസ് ഈക്വൽ ടു 10⁻⁻1 × RS ആണ്. 10⁻⁻1 കട്ട് ചെയ്താൽ RS ഇസ് ഈക്വൽ ടു 0.8 ohm എന്ന് നമുക്ക് കൂളായിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങളിങ്ങനെ പ്രോബ്ലങ്ങളൊക്കെ വരുമ്പോൾ മിക്കവാറും ഈ ഗാൽവനോമീറ്ററിൽ കൂടെയുള്ള കറണ്ട് മൈക്രോ ആംപിയർ ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് പറയുക ഒരു കാൽക്കുലേഷൻ വരുക 5 - 10⁻⁻6 എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്തായിട്ട് തന്നെ എടുക്കാം, 5 ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ആ ഒരു കാൽക്കുലേഷൻ അവിടെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ കൊല്ലം നമ്മളെ നമ്മൾ അത്രയും വർഷം ചോദിക്കാതെ ഇരുന്നിട്ട് ഒറ്റയടിക്ക് കയറി 4 അങ്ങ് ചോദിച്ച
ചാപ്റ്ററാണ്. സോ ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൻ്റെ ഫസ്റ്റ് പോർഷനൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 കണക്റ്റഡ് ആണ്. ലാസ്റ്റ് പോർഷനാണ് ഇച്ചിരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള അതും നിങ്ങൾ പ്രീവിയസ് ഇയർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. നമ്മുടെ ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ഓരോ വർഷം അതിൽ നിന്ന് അടുപ്പിച്ചായിരുന്നു പ്രീവിയസ് ഇയർ ചോദിച്ചുകൊണ്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പം ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ആ ഒരു ഓർഡറിൽ പോയാൽ വല്ലോ എന്താ പറയുക, സോഫ്റ്റ് മാഗ്നറ്റിക് മെറ്റീരിയലിനെ കുറിച്ചോ ഹാർഡിനെ കുറിച്ചോ ഒക്കെ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോഴാണ് പ്രതീക്ഷയെല്ലാം തെറ്റിച്ച് കഴിഞ്ഞ കൊല്ലം 4 ക്വസ്റ്റ്യൻ ഒറ്റയടിക്ക് ചോദിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും കൂടി ഒന്ന് കളക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ബാർ മാഗ്നറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ നമുക്ക് പറയാൻ പറ്റും. അവിടെ ഒരു ഡൈപോൾ മൊമെൻ്റ് നമുക്ക് പറയാൻ പറ്റും. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡൈപോളിൻ്റെ പോൾ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ ഓരോ പോളിൻ്റെയും സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് ആണ്. നമുക്കതിനെ 2L എന്നങ്ങ് റെപ്രസെൻറ്റ് ചെയ്യാം. സോ സ്ട്രെങ്ത് ഓഫ് ഐദർ ഡൈപോൾ ഇൻറ്റു നമ്മൾ ആ മാഗ്നറ്റിക് ലെന്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. സോ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സൗത്ത് ടു നോർത്ത് ആണ്. ഓക്കെ, നമ്മൾ ഇലക്ട്രിക് ഡൈപോളിൽ -Q2 +Q എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ സൗത്ത് പോൾ ടു നോർത്ത് പോൾ എന്നാണ് നമ്മൾ പറയുക. ഇനി നമ്മൾ ഈ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ബാർ മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ചാൽ അവിടെ യൂണിഫോം ഫീൽഡ് നമുക്കൊന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ യൂണിഫോം ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് നമ്മളിങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും നെറ്റ് ഫോഴ്സ് വരിക. ഓക്കെ, പക്ഷേ അവിടെ ടോർക്ക് ഉണ്ടാവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ്. പക്ഷേ അവർ തമ്മിലൊരു സെപ്പറേഷനൊക്കെ ഉണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ആ ബാർ മാഗ്നറ്റ് അവിടെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു ടോർക്കിൻ്റെ വാല്യൂ M×B ആണ്. സോ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡായിട്ട് തീറ്റ ആംഗിളിലാണ് ഈ ബാർ മാഗ്നറ്റ് ഇരിക്കുന്നത് എങ്കിൽ ആ ഒരു പൊസിഷനിൽ അതിനുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് -M.B -MB cos θ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതിൽ തീറ്റ 0 വരുമ്പോൾ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലും തീറ്റ 180 ഡിഗ്രി വരുമ്പോൾ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മളൊരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഇങ്ങനെ ഒരു യൂണിഫോം ഫീൽഡിൽ വെക്കുമ്പോൾ അത് ഓസിലേറ്റ് ചെയ്യും. ആ ഓസിലേഷൻ SHM ആണ്. A∝ -x ആണ് അവിടെ കണ്ടീഷനൊക്കെ കിട്ടുക. സോ ആ SHM അല്ലെങ്കിൽ ആ ഒരു SHMൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ T = 2π നമുക്ക് 2π√I/m×B എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. I മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആണ്. ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫ്ലക്സ് φ = Q/ε0 എന്ന് നമ്മൾ പറഞ്ഞതുപോലെ മാഗ്നറ്റിസത്തിൽ നമ്മളതിനെ പറയുന്നത് ഇൻ്റഗ്രൽ B.dA. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത, നമ്മളെടുക്കുന്ന ക്ലോസ്ഡ് ഈ ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പാണ്. ദാറ്റ് മീൻസ് എൻ്റർ ചെയ്യുന്ന നമ്മളൊരു ക്ലോസ്ഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എൻ്റർ ചെയ്യുന്ന എല്ലാ ഫീൽഡ് ലൈൻസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ലീവ് ചെയ്യുന്നുണ്ട്. സോ നെറ്റ് ഫീൽഡ് ഫ്ലക്സ് ലൈൻസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസിൻ്റെ വാല്യൂ അവിടെ 0 ആയിരിക്കും, ഫ്ലക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റൈസേഷൻ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ ആ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യും. ആ ചെയ്യപ്പെടുന്ന മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് എക്സാമ്പിളൊക്കെ ഇപ്പോൾ നമ്മൾ പറയാം. ഇവിടെ ഇപ്പോൾ നമ്മളൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു സോളിനോയിഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ കറണ്ടിൻ്റെ വാല്യൂ I ആണ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എടുക്കുന്നു. അതിൻ്റെ വാല്യൂ μ0 × സ്മോൾ n × I ആണ്. അതിനെ നമ്മൾ μ0 × H എന്നങ്ങ് റെപ്രസെൻ്റ് ചെയ്യുന്നു. H മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയാണ്. സോ ഇനി നമ്മൾ അടുത്ത കേസിൽ ചെയ്യുന്നത് ഇവിടെ കൊണ്ട് ഈ എക്സ്റ്റേണൽ ഫീൽഡ്, ഇപ്പോൾ ഒരു ഫീൽഡ് ഉണ്ട്, യൂണിഫോം ഫീൽഡ് അവിടെയുണ്ട്, അവിടെ നമ്മളൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ടുപോയി വയ്ക്കുന്നു. സോ ഇപ്പോൾ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ ഇരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഫീൽഡിലാണ് അല്ലേ. ആ മെറ്റീരിയൽ എന്ത് ചെയ്യപ്പെടും? മാഗ്നറ്റൈസ് ചെയ്യപ്പെടും. ആ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്ന വാല്യൂവിനെ നമ്മൾ BM എന്നങ്ങ് എഴുതുന്നു. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് μ0 × M ആണ്. M മാഗ്നറ്റൈസേഷൻ ആണ്.
ഈ മാഗ്നറ്റൈസേഷനെ നമ്മൾ കൈ ഇൻറ്റു എച്ച് എന്ന് എഴുതുന്നു. കൈ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയാണ്, ഒരു മെറ്റീരിയൽ എങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു ടേമാണ്. സോ മാഗ്നറ്റിക് BM ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു കൈ ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് ടോട്ടൽ ഫീൽഡ് B ഈക്വൽ ടു രണ്ടും ഉണ്ടല്ലേ ഇപ്പോൾ, B0 പ്ലസ് BM ആണ്. B0നെ നമുക്ക് μ0 ഇൻറ്റു എച്ച് എന്നും BMനെ μ0 ഇൻറ്റു കൈ ഇൻറ്റു എച്ച് എന്നും നമുക്ക് എഴുതാം. സോ μ0 എച്ച് രണ്ടിടത്തുനിന്നും കോമൺ ആയിട്ട് നമ്മളങ്ങ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് കൈ എന്ന് നമുക്ക് കിട്ടും. ഈ 1 പ്ലസ് കൈ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നമ്മൾ അടുത്ത ടേം കൊടുക്കുകയാണ്. B ഈക്വൽ ടു μ0 1 പ്ലസ് കൈക്ക് പകരം μr എന്ന് നമ്മൾ കൊടുക്കുന്നു ഇൻറ്റു എച്ച്. അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട്. μr ഇസ് ഈക്വൽ ടു എന്താണ് കുഞ്ഞുങ്ങളെ? 1 പ്ലസ് കൈ ആണ്. 1 പ്ലസ് കൈക്കാണ് μr എന്ന് നമ്മൾ പറയുക. സോ ഈക്വൽ ടു നമുക്ക് μ0 ഇൻറ്റു μrന് ഒരുമിച്ച് നമുക്ക് μ എന്ന് കൊടുക്കാം. സോ μ ഇൻറ്റു എച്ച് എന്ന് കൊടുക്കാം. സോ ഇവിടെ ഓരോ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. M ഈക്വൽ ടു കൈ ഇൻറ്റു എച്ച് ആണ്. സോ 1 പ്ലസ് കൈ എന്ന് പറയുന്നത് μr ആണ്. സോ ആ ഓരോ ടേമുകളും ഓർത്തിരിക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ നമ്മൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിനെ വെക്കുമ്പോൾ ആ മെറ്റീരിയൽ എങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ച് ആ മെറ്റീരിയലിനെ നമ്മൾ മെയിനായിട്ട് നമുക്ക് 3 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൈയുടെ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റിയുടെ വാല്യൂ സ്മോൾ ആൻഡ് നെഗറ്റീവാണ്. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങോട്ടാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ അല്ലെങ്കിൽ ആ മെറ്റീരിയൽ അവിടെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക. സോ നെറ്റ് ഫീൽഡിൻ്റെ വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഫീൽഡ് ലൈൻസിനെയൊക്കെ റിപ്പല്ല് ചെയ്ത് കളയാനാണ് ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ടെൻഡൻസി. ദാറ്റ് മീൻസ് ഒരു സ്ട്രോങ് ഫീൽഡിൽ നിന്ന് വീക്ക് ഫീൽഡിലേക്ക് പോകാനാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ടെൻഡൻസി. അതേസമയം പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ കൈയുടെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് പോസിറ്റീവാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങോട്ടാണോ ആ മെറ്റീരിയലിൻ്റെ ആ സെയിം ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക. പക്ഷെ അത് വീക്കാണ്. സോ അപ്പോൾ ഫീൽഡ് ലൈൻ കൂടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ ഒത്തിരി കുറവായിരിക്കും. സോ ഫീൽഡ് ലൈൻസിനെയൊക്കെ ചെറുതായിട്ട് അട്രാക്റ്റ് ചെയ്യാനാണ് ഇതിൻ്റെ ഒരു ടെൻഡൻസി. സോ ഈ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലേക്ക് പോകാനാണ് ഒരു ടെൻഡൻസി. കാരണം ഫീൽഡ് ലൈൻസിനെയൊക്കെ അത് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത ആ മെറ്റീരിയലിൽ എക്സ്റ്റേണൽ ഫീൽഡ് എങ്ങോട്ടാണോ ആ സെയിം മെറ്റീരിയൽ ആ സെയിം ഡയറക്ഷനിൽ തന്നെ സ്ട്രോങ് ആയിട്ടായിരിക്കും ആ മെറ്റീരിയൽ അവിടെ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുക. ദാറ്റ് മീൻസ് അവിടെ എന്താ പറയുക, ഫീൽഡിൻ്റെ വാല്യൂ ടോട്ടൽ ഫീൽഡിൻ്റെ വാല്യൂ വളരെ കൂടുതലായിരിക്കും. കാരണം മറ്റോടത്ത് ഒരേ ഡൈപോൾ മൊമെൻ്റ് അലൈൻ ചെയ്യുന്ന സമയത്ത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ കേസിൽ ഒരു ഡൊമൈൻ ആൾക്കാർ ഒരുമിച്ചാണ് എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നത്. സോ അവിടെ കൈയുടെ വാല്യൂ ലാർജ് ആൻഡ് പോസിറ്റീവാണ്. ഈ 3 ടൈപ്പ് മെറ്റീരിയലിൽ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. പാരയും ഫെറോയും ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്നും കൂടി ഓർത്തിരിക്കുക. നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബാർ മാഗ്നറ്റ് ഹാസ് മാഗ്നറ്റിക് മൊമെൻറ്റ് M. It is bent into a semicircle. The new magnetic moment will be. ഓക്കെ, നമുക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ക്യാപിറ്റൽ M ഇസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെന്തിനെ നമുക്ക് 2L അങ്ങ് കൊടുക്കാം, കുഴപ്പമില്ലല്ലോ. ഇനി നമ്മൾ എന്നാ ചെയ്യുന്നത്, ഈ ഒരു മാഗ്നറ്റിക് ഡൈപോളിനെ വെച്ച് നമ്മളൊരു സെമി സർക്കിൾ ഫോം ചെയ്തു. ഇത് 2L ആയിരുന്നു ഇതിൻ്റെ ലെന്ത്. നമ്മളത് വെച്ച് നമ്മളൊരു സെമി സർക്കിൾ ഫോം ചെയ്തല്ലേ. അപ്പോൾ ഈ 2L എന്ന് പറയുന്ന ലെന്ത് വെച്ചിട്ടാണ് സെമി സർക്കിൾ πr, അതിൻ്റെ സർക്കംഫറൻസ് πr ആണ്. സോ ഇവിടെ ആറിന് ഒരു വാല്യൂ നമുക്ക് കിട്ടി. R ഇസ് ഈക്വൽ ടു 2L ഡിവൈഡഡ് ബൈ എന്താണ് π എന്ന് നമുക്ക് കിട്ടി. സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് M' ഇസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്തിന് മാറ്റമില്ല, അത് തന്നെ പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് ഇവിടം മുതൽ ഇവിടം വരെ ഡയമീറ്ററാണ്. ഓക്കെ, സോ ഇവിടുത്തെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് 2 ഇൻറ്റു R എന്ന് വരും. ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2L ഡിവൈഡഡ് ബൈ π എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ ഞാൻ ഈ ഇക്വേഷനിൽ നിന്ന് 2/π അങ്ങ് മാറ്റി നിർത്തിയാൽ മിച്ചമുള്ളത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L.
അതിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്നാന്ന് എഴുതാൻ പറ്റും, എം എന്ന് എഴുതാൻ പറ്റും. സോ നമ്മുടെ ആൻസറായി 2/π ഇൻറ്റു എം എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് EMI എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് ഫ്ലക്സിൻ്റെ ഇക്വേഷനാണ് അല്ലേ. ഫ്ലക്സ് ഫൈ = B.A ആണ്, BA cos θ ആണ്. സോ അവിടെ ഫാരഡേസ് ലോ വെച്ചിട്ട് നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF E - dφ/dt ആണ്, -dφ/dt. അല്ല, മൈനസ് സൈൻ തന്നിരിക്കുന്നത് ഡയറക്ഷനാണ്, ലെൻസസ് ആണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്കറിയാം അവിടെയുള്ള ഫ്ലക്സ് ഡിക്രീസിങ് ആണ് എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പമുള്ള ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലും, ഫ്ലക്സ് ഇൻക്രീസിങ് ആണ് എങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പമുള്ള മാഗ്നറ്റിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ലെൻസസ് ലോ. മോഷണൽ EMFൻ്റെ ഇക്വേഷൻ നമുക്കറിയാം E = BLV ആണ്. കാരണം ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം BA cos θ. അപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുക മീൻസ് ഒന്നെങ്കിൽ ഫീൽഡ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാം. ഇതിലേതെങ്കിലും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി ഒരു കോയിലിൽ അല്ലേ ഇലക്ട്രിക്കൽ ഇനർഷ്യ എന്ന് പറയുന്ന ഒരു ടേമാണ് ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ്. അതിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഫ്ലക്സും ഒക്കെ കറണ്ടും ഒക്കെ ആയിട്ടുള്ള റിലേഷൻ ഇതാണ്. ഫൈ = L × I ആണ്. L സെൽഫ് ഇൻഡക്റ്റൻസ് ആണ്. സോ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF E - L × dI/dt എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഒരു സോളിനോയിഡിൻ്റെ കേസിലുള്ള സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ L = μ0 μr n²A/L ആണെന്നും കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ AC എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഒരു AC വോൾട്ടേജ് നമ്മളൊരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ V = V0 sin ωt ആണെങ്കിൽ Iയും I0 sin ωt തന്നെയായിരിക്കും. അവിടെ ഇൻ ഫേസിലായിരിക്കും കറണ്ടും വോൾട്ടേജും. സോ അവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V0/R എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അതേസമയം ഒരു AC സോഴ്സ് നമ്മളൊരു ഇൻഡക്ടറിലേക്ക് മാത്രം കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജിൻ്റെ വാല്യൂ എന്താണോ അതിനേക്കാൾ 90 ഡിഗ്രി പുറകിലായിട്ടായിരിക്കും കറണ്ട് നിൽക്കുക. വിയുടെ വാല്യൂ V0 sin ωt ആണെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ വരുമ്പോൾ I = I0 sin of ωt -π/2 ആയിരിക്കും. റെസിസ്റ്റർ മാത്രമുള്ളപ്പോൾ റെസിസ്റ്റൻസ് കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്തതുപോലെ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്ത് വരുമ്പോൾ ഇൻഡക്ടർ മാത്രമുള്ള ഒരു കേസിൽ കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ആളാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ആണ്. ആ XLൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Lω ആണ്. സോ അതിൻ്റെ യൂണിറ്റ് ഓം തന്നെയായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ അതേ യൂണിറ്റ് തന്നെയായിരിക്കും. സോ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL = Lω ആണെന്നുള്ളത് ഓർത്തിരിക്കുക. സെയിം തന്നെ നമ്മളൊരു ഒരു AC വോൾട്ടേജിനെ ഒരു കപ്പാസിറ്ററിലേക്ക് മാത്രം കണക്ട് ചെയ്താൽ വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുന്നിട്ടായിരിക്കും അവിടെ കറണ്ട് നിൽക്കുക. വോൾട്ടേജ് നമ്മൾ V0 sin ωt എന്ന് കൊടുത്താൽ കറണ്ട് വരുമ്പോൾ I0 sin of ωt + π/2 എന്ന് വരും. സോ ഇവിടെ കറണ്ടിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന ടേം കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആണ്, XC ആണ്, 1/C ω ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവരെ 3 പേരെയും കൂടി കണക്ട് ഇൻ ഫേസ്, കറണ്ടും വോൾട്ടേജും ഇൻ ഫേസ് ആണെങ്കിൽ റെസിസ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. വോൾട്ടേജ് ആണ് ലീഡ്. ഇപ്പോൾ എപ്പോഴും ഫേസർ ഡയഗ്രാം നിങ്ങൾ നോക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നോക്കേണ്ടത്. സോ വോൾട്ടേജ് ആണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇൻഡക്ടറാണ്, കറണ്ടാണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ അത് കപ്പാസിറ്ററിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഓർക്കേണ്ടത് ഒരു സീരീസ് LCR സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ഇംപീഡൻസ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. ഇംപീഡൻസ് Z എന്ന് പറയുന്നത് √R² + XL - XC² ആണ്. ഇതിൽ XL = XC വരുന്ന കണ്ടീഷൻ അവിടെ കറണ്ടിൻ്റെ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് R മാത്രമായിട്ട് മാറും അല്ലേ. XL = XC അത് റെസണൻസ് കണ്ടീഷനാണ്. XL = XC വന്നാൽ Z അവിടെ R എന്നുള്ള ഒരു ടേം വരും. ദാറ്റ് മീൻസ് അവിടെ റെസണൻസ് കണ്ടീഷനാണ്, കറണ്ടിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി
റെസണൻസ് പറഞ്ഞു, കണ്ടീഷൻ പറഞ്ഞു, XL ഈക്വൽ ടു XC ആണ്. ദാറ്റ് ഈസ് L ഒമേഗ ഇസ് ഈക്വൽ ടു 1/C ഒമേഗയാണ്. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/LCയും ഒമേഗ ഈക്വൽ ടു 1/√LC എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇവിടെ ഈ റെസണൻസിൻ്റെ ഷാർപ്പ്നെസ്സിനെ കാണിക്കുന്ന ഒരു ടേമാണ് ക്വാളിറ്റി ഫാക്ടർ. ആ ക്വാളിറ്റി ഫാക്ടറിനെ നമുക്ക് 3 രീതിയിൽ എഴുതാം. ഒന്നെങ്കിൽ VL/VR എന്ന് എഴുതാം, അല്ലെങ്കിൽ VC/VR എന്ന് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ഡെറിവേഷനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. Q is equal to 1/R into √L/C എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മുകളിലും താഴെയുമുള്ള കറണ്ട് സീരീസ് ആയതുകൊണ്ട് കറണ്ട് സെയിം ആണല്ലോ, സോ അത് കട്ട് ചെയ്ത് പൊക്കോളും. സോ XL ഡിവൈഡഡ് ബൈ നമുക്ക് ക്വാളിറ്റി ഫാക്ടർ ഈക്വൽ ടു XL ഡിവൈഡഡ് ബൈ R അല്ലെങ്കിൽ XC ഡിവൈഡഡ് ബൈ R എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. റെസണൻസിൻ്റെ ഷാർപ്പ്നെസ്സിനെ കാണിക്കുന്ന ടേം. അതുപോലെ തന്നെയുള്ള ഒരു ടേമാണ് പവർ ഫാക്ടർ. കോസ് ഫൈ ആണ്. കോസ് ഫൈ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് R/Z ആണ്. പവർ ഫാക്ടർ ആണ്, കോസ് ഫൈ ആണ്. കോസ് ഫൈ ഇസ് ഈക്വൽ ടു R/Z ആണ്. ഓക്കെ, R/Z. റെസണൻസ് വരുമ്പോൾ ZR ആണല്ലോ, സോ R/R ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കി എല്ലാ കേസിലും ഇൻഡക്ടർ മാത്രം കണക്ട് ചെയ്യുന്ന കേസിലും കപ്പാസിറ്റർ മാത്രം കണക്ട് ചെയ്യുന്ന കേസിലും ഫൈയുടെ വാല്യൂ 90 ഡിഗ്രി ആയതുകൊണ്ട്, കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അവിടെ പവറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പവർ ഫാക്ടറിൻ്റെ വാല്യൂ കോസ് 90 വരും. കോസ് 90 0 ആയിരിക്കും അവിടുത്തെ പവർ ഫാക്ടറിൻ്റെ വാല്യൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ട്രാൻസ്ഫോമർ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എഴുതാം VS/VP is equal to NS divided by NP is equal to IP/IS ആണെന്നുള്ളത് ഓർത്തിരിക്കുക. IP divided by IS ആണ്. ഇനി if a current of 5 ampere flowing in a coil of self-inductance 2 milliampere is cut off in 10 millisecond, then change in magnetic flux is നമുക്ക് എഴുതാം അല്ലേ, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഫൈനൽ കറണ്ട് 0 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫൈനൽ ഫ്ലക്സ് 0 ആണ്. സോ ഇനിഷ്യൽ ഫ്ലക്സ് 5 is equal to നമുക്ക് എന്നാന്ന് കൊടുക്കാം, L into I എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, 2 into 10⁻³ ആണ്. ഐയുടെ വാല്യൂ 5 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 10⁻² ഫ്ലക്സ് ആണ് വെബർ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. An ideal transformer increases the input current 4 ampere to 24 ampere at the secondary. The number of turns in the primary coil is 330. The number of turns in the secondary coil. So NS divided by NP എന്ന് പറയുന്നത് നമുക്ക് എന്നാന്ന് എഴുതാം, IP/IS ആണ്. NS ആണ് കണ്ടുപിടിക്കേണ്ടത്. NP 330 ആണ്. IP 4 ആണ്, ഇത് 24 ആണ്. സോ NS is equal to കട്ട് ചെയ്യുമ്പോൾ 6 കിട്ടും അല്ലേ. 330 divided by 6 that is 55 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ആ ട്രാൻസ്ഫോമർ ഇക്വേഷൻ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ദി പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ഈസ്, പവർ ഫാക്ടർ കോസ് ഫൈ ആണെന്ന് നമുക്കറിയാം. കോസ് ഫൈ എന്ന് പറയുന്നത് R/Z ആണ്. ദാറ്റ് ഈസ് ഇവിടെ Z നമുക്ക് എങ്ങനെ എഴുതാം, √R² + XL - XC ഹോൾ സ്ക്വയർ ആണ് അല്ലേ. നമുക്കെല്ലാം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. R 80 ആണ്, 80/√80² പ്ലസ് XL നോക്കി, XLും XCയുടെ യൂണിറ്റ് നോക്കിക്കുക, ഓമിൽ തന്നെയാണ്. അപ്പോൾ സോ XL തന്നെയാണ് തന്നിരിക്കുക, എല്ലിൻ്റെ വാല്യൂ അല്ല. സോ XLും XCയും ഉണ്ട്. സോ 100 - 40 ദാറ്റ് ഈസ് 100 - 40 എന്ന് പറയുമ്പോൾ 60 ഹോൾ സ്ക്വയർ നമുക്ക് കൊടുക്കുക അല്ലേ. 60² ദാറ്റ് ഈസ് 80 ഡിവൈഡഡ് ബൈ നമുക്കതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് √80 × 80 ആണല്ലേ. അപ്പോൾ നമുക്ക് രണ്ടിടത്തുനിന്നും 10² അങ്ങ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പിന്നെ മിച്ചമുള്ളത് എന്തൊക്കെയാണ്, 64 + 36 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 80 ഡിവൈഡഡ് ബൈ 10 × 10 നമുക്ക് കിട്ടും. 0 കട്ട് ചെയ്യാം. 8/10 0.8 എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കോസ് ഫൈയുടെ ഇക്വേഷൻ മാത്രം ഓർത്തിരിക്കുക. കോസ് ഫൈ ഇസ് ഈക്വൽ ടു R/Z ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ നമുക്കറിയാം വേവ് എങ്ങോട്ടാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഓസിലേറ്റ് ചെയ്യുക. അതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, വേവ് പോകുന്നതിനും ഇലക്ട്രിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുക.
സോ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ക്രോസ്ഡ് ഫീൽഡ്സ് ആണെന്നും ആ ക്രോസ്ഡ് ഫീൽഡ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നുള്ളതും കൂടി ഓർത്തിരിക്കാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷൻ, അവിടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലാണ്, വേവ് പ്ലസ് ഇസഡ് ഡയറക്ഷനിലും. സോ അവിടെ E0/B0യ്ക്ക് നമുക്ക് C എന്ന് കൊടുക്കാനായിട്ട് പറ്റും. അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രിക് ഫീൽഡിലും അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിലും ഈക്വൽ എനർജി ആയിരിക്കും ക്യാരി ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ സ്പീഡുമായിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് നമ്മൾ ഫ്രീ സ്പേസിൽ C തന്നെയായിരിക്കും. അത് C = 1/√μ0ε0 എന്നും, ഒരു ഗിവൺ മീഡിയത്തിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ സ്പീഡ് V = 1/√με എന്ന് പറയാനും പറ്റും. ഈക്വൽ ആയിട്ടാണ് എനർജി, ഈക്വൽ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും കൊടുത്തിരിക്കുന്നത്. സോ അതിൽ ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി 12ε0 E² എന്നും മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി B²/2μ0 എന്നും നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ആവറേജ് എടുത്താൽ ഇതിൻ്റെ 2 ടൈംസ് വരും, അല്ലെങ്കിൽ ആവറേജ് എനർജി ഡെൻസിറ്റി ε0 E² അല്ലെങ്കിൽ B²/μ0 എന്നൊക്കെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇൻറ്റൻസിറ്റി നമുക്കറിയാം, പവർ ബൈ ഏരിയ അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമാണ്. സോ എനർജി ബൈ ടൈമിനെ നമുക്ക് പവർ എന്ന് കൊടുക്കാം. സോ ഇൻറ്റൻസിറ്റി = പവർ ബൈ ഏരിയ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു പോയിൻ്റ്, ഐസോട്രോപിക് പോയിൻ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അവിടെയുള്ള ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് P/4πr². പവർ ബൈ ഏരിയ ആണ്. അതിൽ ഏരിയയുടെ സ്ഥാനത്ത്, കാരണം പോയിന്റിൽ നിന്ന് സ്പെറിക്കലായിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. സോ നമുക്ക് P/4πr² എന്ന് കൊടുക്കാനായിട്ട് പറ്റും. മൊമെൻറ്റത്തിൻ്റെ ടേംസ് ഓർത്തിരിക്കുക. ഒരു ഇലക്ട്രോൺ ഫുള്ളി അബ്സോർബ് ചെയ്യുന്ന കേസിലാണ് എങ്കിൽ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ U/C, എനർജി ബൈ C എന്നും. ഇനി ടോട്ടലി റിഫ്ലക്റ്റ് ചെയ്യുന്ന കേസാണ് എങ്കിൽ, ഫുള്ളി അബ്സോർബ് ചെയ്യുന്ന കേസിൽ മൊമെൻറ്റം U/C ആണ്, ഫുള്ളി റിഫ്ലക്റ്റ് ചെയ്യുന്ന കേസിൽ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ 2U/C ആണെന്നും കൂടി ഓർത്തിരിക്കുക. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. നമുക്കറിയാം അല്ലേ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ ഫേസിലാണ്, പക്ഷേ അവർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അവർ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും പെർപെൻഡിക്കുലർ ആണ്. സോ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, A 100 ohm resistance and a capacitor of 100 ohm reactance are connected in series across a 220 volt source. The peak value of displacement current ആണ് അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ കണ്ടക്ഷൻ കറണ്ടിൻ്റെ തന്നെ മാക്സിമം വാല്യൂ എടുക്കാം. സോ I = നമുക്ക് V/Z എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 220 ഡിവൈഡഡ് ബൈ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് എന്നാന്ന് കൊടുക്കാം, √r² പ്ലസ് XC² എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ ആണ് അവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് ഈസി ആയിട്ട് ആറിൻ്റെയും എക്സിയുടെയും വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 220 ഡിവൈഡഡ് ബൈ √r 100 ആണ്, 100² പ്ലസ് 100² ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 220 ഡിവൈഡഡ് ബൈ 100 രണ്ടിടത്തൊന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. റൂട്ടിന് പുറത്തെത്തുമ്പോൾ 100² 100 ആയി. പിന്നെ മിച്ചമുള്ളത് √2 ആണ്. സോ നമുക്ക് 100 ഡിവൈഡഡ് ബൈ √2 എന്ന് നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ AC സോഴ്സിലേക്ക് 220 വോൾട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 220 ആണ് അല്ലേ, 220 ആണ്. സോ നമുക്ക് ഈ രണ്ട് √2നെയും കട്ട് ചെയ്യാം, 0നെ കട്ട് ചെയ്യാം. സോ 22 ഡിവൈഡഡ് ബൈ 10. സോ നമ്മുടെ ആൻസർ 2.2 ആംപിയർ എന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. സോ ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അല്ലെങ്കിൽ ഇത്രയും ഒരു ചാപ്റ്ററുകളാണ് നമ്മൾ ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തത്. ഇതിലുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾക്ക് അറിയാം എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സി യു, ടേക്ക് കെയർ.